എല്ലാ മാന്യശ്രോതാക്കൾക്കും നാക്കും വാക്കും പ്രഭാഷണത്തിലേക്ക് സ്വാഗതം. അപ്പോസ്തലനായ പൗലോസ് ഫിലമോന് ലേഖനം എഴുതുമ്പോൾ, പുതിയ നിയമത്തിലെ അപ്പോസ്തലനായ പൗലോസ് എഴുതിയ ലേഖനമാണ് ഫിലമോൻ. ആ ലേഖനത്തിൽ വളരെ ശ്രദ്ധേയമായ ഒരു വാക്യമുണ്ട്. സഹോദര, ക്രിസ്തുവിൽ എൻ്റെ ഹൃദയം തണുപ്പിക്കാം. ഇപ്രകാരമാണ് അത് എഴുതിയിരിക്കുന്നത്. സഹോദര, നിന്നെ കൊണ്ട് എനിക്കൊരാവശ്യം വേണ്ടിയിരിക്കുന്നു. ക്രിസ്തുവിൽ എൻ്റെ ഹൃദയം തണുപ്പിക്കാം. ഈ വചനഭാഗം ഞാൻ വളരെ ധ്യാനിച്ചിട്ടുള്ളതാണ്. അനവധി സ്ഥലങ്ങളിൽ ഈ ഒരു വാക്യത്തെ അടിസ്ഥാനപ്പെടുത്തി ഞാൻ സുവിശേഷ വചനം പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഇത് പറയാനുള്ള പ്രസക്തി, പൗലോസ് അപ്പോസ്തലൻ ഫിലോമോന് ലേഖനം എഴുതുമ്പോൾ തൻ്റെ സുവിശേഷത്താൽ, തൻ്റെ ആ പ്രാർത്ഥനയാൽ താൻ നേടിയെടുത്ത ഒരു ദൈവ പൈതലാണ് ഫിലോമോൻ. എന്നാൽ തടവിൽ കിടക്കുന്ന പൗലോസിന് ഫിലോമോനെ കൊണ്ടൊരാവശ്യമുണ്ട്. ആവശ്യം എന്താണ്? ഫിലോമോൻ പൗലോസ് അപ്പോസ്തലന്റെ ഹൃദയത്തെ ഒന്ന് തണുപ്പിക്കണം. അതെങ്ങനെയാണ് തണുപ്പിക്കേണ്ടത്? അവിടെ ഒനേസിമോസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ നമ്മൾ കാണുന്നുണ്ട്. ഫിലമോന്റെ വീട്ടിൽ തനിക്ക് സേവ ചെയ്തുകൊണ്ടിരുന്ന ഒരു ദാസനായിരുന്നു ഒനേസിമോസ്. ഒനേസിമോസ് തൻ്റെ ധനം മോഷ്ടിച്ച് ആ വീട്ടിൽ നിന്ന് കടന്നു കളഞ്ഞു. അങ്ങനെ റോമിലേക്ക് ചെന്ന ഒനേസിമോസിനെ പൗലോസ് അപ്പോസ്തലൻ തേടിപ്പിടിക്കുകയും അപ്പോസ്തലന്റെ സ്നേഹത്താൽ ഒനേസിമോസ് ഒരു ദൈവ പൈതലായി മാറുകയും ചെയ്യുന്നു. അങ്ങനെ നേടിയെടുത്ത ഒനേസിമോസിനെ പൗലോസ് അപ്പോസ്തലൻ തിരികെ ഫിലമോന് നൽകുമ്പോൾ പറയുകയാണ്, നീ അവനോട് ക്ഷമിക്കണമേ, എനിക്ക് വേണ്ടി നീ അവനോട് ക്ഷമിക്കണമേ, നീ അവനെ സ്നേഹിക്കണം, അവനെ നീ കരുതണം. ഇപ്പോൾ അവൻ പഴയ ആളല്ല, ഒരു പുതിയ വ്യക്തിത്വമായി, ഒരു പുതിയ മനുഷ്യനായി, ക്രിസ്തുവിൽ അവനൊരു പുതിയ സൃഷ്ടിയായി. അതുകൊണ്ട് നീ അവനെ സ്നേഹിക്കണം. അവനെ നീ സ്നേഹിക്കുമ്പോൾ എൻ്റെ ഹൃദയം തണുക്കും. അവിടെ ഫിലമോന്റെ ഒരു നല്ല വാക്കിന് വേണ്ടി, പ്രിയ ദൈവദാസനെ അവിടുന്ന് വിഷമിക്കണ്ട, ഞാൻ ആ ഒനേസിമോസിനെ ഞാൻ ചേർത്ത് കൊള്ളാം, അവനെ ഞാൻ ഇനിയും ഒരു ദാസനായല്ല, ഒരു സഹോദരനായി ഞാൻ കണ്ടുകൊള്ളാം എന്ന് ഫിലമോന്റെ വായിൽ നിന്ന് അങ്ങനെയുള്ളൊരു വാക്ക് കേൾക്കുവാൻ തടവിൽ കിടക്കുന്ന അപ്പോസ്തലനായ പൗലോസ് കൊതിക്കുകയാണ്. അതിനുവേണ്ടി തന്നോട് എഴുതുകയാണ്, തന്നോട് അപേക്ഷിക്കുകയാണ്. ഇവിടെ ആ ഒരു നല്ല വാക്കിന് വേണ്ടി കാതോർത്തിരിക്കുന്ന അപ്പോസ്തലന്റെ ഹൃദയം ഒന്ന് കണ്ടേ. പ്രിയപ്പെട്ടവർ, ഇങ്ങനെയാണ് നമ്മൾ പലപ്പോഴും പലർക്കൊക്കെ വേണ്ടി നമ്മൾ ഇങ്ങനെ പെരുമാറിയാൽ, ചെയ്താൽ അനേകരുടെ ജീവിതങ്ങളെ സ്പർശിക്കുവാൻ നമ്മൾക്ക് കഴിയും. നഷ്ടപ്പെട്ടവരെയും തള്ളപ്പെട്ടവരെയും നമ്മൾക്ക് വീണ്ടെടുക്കുവാൻ നമ്മുടെ നല്ല വാക്കുകൾക്ക് കഴിയും. അനേക ജീവിതങ്ങളെ നമ്മൾക്ക് മടക്കി കൊണ്ടുവരുവാൻ, പല ബന്ധങ്ങൾ മുറിഞ്ഞിരിക്കുന്നത് ചേർക്കുവാനൊക്കെ നമ്മുടെ നല്ല വാക്കുകളാൽ സാധിക്കും എന്നതിൻ്റെ ഒരു തെളിവാണ് ഞാൻ ഈ പറഞ്ഞ വചനഭാഗം. നമ്മുടെ ജീവിതത്തിലും മുറിഞ്ഞ ബന്ധങ്ങൾ ചേർക്കുവാൻ നമ്മുടെ വാക്കുകൾ സഹായകരമാവട്ടെ. God bless you.